ഇവിടെ വാപ്പായും ഉമ്മായുടെ ജീവിതം കണ്ട കൊതി തോന്നാറുണ്ട്. ചില മക്കള് പറയാറുണ്ട്, എന്റെ ഉപ്പ എന്റെ ഉമ്മാനെ അടിക്കണം ചീത്ത വിളിക്കണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ല. ഇത് അങ്ങനെയാണ് നമ്മുടെ ഉമ്മമാര്. എന്റെ ഉമ്മ എന്റെ ജീവിതത്തിൽ 38 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും എന്റെ ഉമ്മ എന്നെ തൊട്ടിട്ടില്ല ഇന്നേ വരെ. എന്റെ ഉമ്മച്ചി ഞാൻ ഉമ്മാനോട് ദേഷ്യപ്പെടും, എന്നാൽ എന്റെ ഉമ്മ ദേഷ്യപ്പെടുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇവിടെ പണ്ടുള്ളവരങ്ങനെ, പണ്ട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവര് സമയത്ത് തിന്നും, സമയത്ത് ഉറങ്ങും, രാത്രി ഡ്യൂട്ടിക്കൊന്നും പോകാറില്ല. എന്നിട്ട് അവരൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു. എന്തുകൊണ്ട്? അവർ 5 നേരം നിസ്കരിച്ചത് കൊണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നോ വാപ്പ നിസ്കരിച്ച ഉമ്മ നിസ്കരിക്കത്തില്ല. ഇനി വാപ്പായും ഉമ്മായും നിസ്കരിച്ച മക്കൾ നിസ്കരിക്കത്തില്ല. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് മലയാളം മനസ്സിലാവുമെന്ന് അറിയാനാ ചോദ്യം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവന് ഉറക്കപ്പറ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ വാപ്പ ഒന്ന് കൈവക്കിക്കേ. ഒന്ന് കൈവക്കിക്കേ താത്തമാരെ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഉമ്മ ആരാ? മൊബൈല് തരാത്തതിന്റെ പേര് പട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടുണ്ടല്ലേ? അതെങ്ങനെ തല്ലാനാ? ഇങ്ങോട്ട് നോക്കിക്കേ. നീ തല്ലാൻ പോയാ മോനിങ്ങനെ നോക്കിയിട്ട് ചിരിക്കും. എന്തിനെന്നറിയോ? പണ്ടൊരുത്ത ഹജ്ജിന് പോയി, ജംറയിൽ പോയിട്ട് കല്ലെറിയ ഷെയ്ത്താനെ കല്ലെറിയുമ്പോ ഷെയ്ത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്? നീ എന്നെ എറിയുന്നോടാ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലുവ. പള്ളി പോടാ. മോൻ വാപ്പാനോട് പറയുന്നുണ്ട്, മനസ്സിൽ പറയുന്നുണ്ട്, ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോ വാപ്പ, എന്നിട്ട് വാ എന്നെ തല്ല. ഉമ്മച്ചി ഇങ്ങനെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. മഗ്രിബ് കഴിഞ്ഞിട്ട് ഇവിടെ സീരിയലൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലേ? ഇല്ല, ഒന്നുമില്ല. മഗ്രിബ് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പഴാ ബാങ്ക് വിളിക്കണം. ഉടനെ ഉമ്മ വിളിക്കാം, മോളെ നിസ്കരിക്ക. ഞാനിവിടെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, നീ നിസ്കരിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.